ഹലോ കൂട്ടുകാരെ, ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് തക്കാളിയും മുട്ടയും വെച്ചിട്ട് കറി വെക്കാൻ പോവാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ തക്കാളി മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് വേണ്ടത് ഒരു കഷ്ണം സവോള, ഇഞ്ചി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അവനവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാം. അപ്പം ഇത് നമുക്കിനി അരിയാം. അപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഈ ചട്ടിയിലോട്ട് ഇവയെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, സവോള ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി കുറച്ച് ഇട്ട് കൊടുക്കാം. മുളക് പൊടി പച്ചമുളക് ഇട്ടുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഇച്ചിരി വിനാഗിരി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യും. കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതുപോലെ നല്ലപോലെ അത് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇളക്കി അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് കഴുകി വെച്ച ഒരു കഷ്ണം പുളി അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുടംപുളിയാണ്. കുടംപുളി ഒരു കഷ്ണം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് അടപ്പത്തേക്ക് വയ്ക്കാൻ. അപ്പോൾ നമ്മുടെ കറി അടപ്പത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് നല്ലപോലെ വേവട്ടെ കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടെ കുറച്ച് മുട്ട ഇവിടെ പുഴുങ്ങി വെച്ചേക്കണ മുട്ടയാണ്. ഇനി ഇതിൻ്റെ തൊണ്ട് പൊളിച്ച് നമുക്ക് എടുക്കണം. നമ്മുടെ മുട്ടയെല്ലാം നമ്മൾ ഓരോ മുട്ട ഇങ്ങനെ പകുതിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഈ അരമുറി തേങ്ങ മുഴുവനായിട്ട് ചിരകി ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ തക്കാളി ഇങ്ങനെ നല്ലപോലെ ഇങ്ങനെ തിളച്ച് ഇവിടെ മറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളത് കണ്ടോ നല്ല പേസ്റ്റ് പരുവത്തിൽ നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തു. അതൊന്ന് ശരിക്കും നല്ലപോലെ കിടന്നിനി നല്ലപോലെ കിടന്ന് അതിനകത്ത് കിടന്ന് തിളക്കട്ടെ. ഈ സമയത്ത് പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഇതിനകത്ത് ഉപ്പ് കുറവാണ്. ഇത്തിരി ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 ഉള്ളി നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മുടെ ഇത് നല്ല പോലെ തിളച്ച് മറഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ മുട്ടക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. എല്ലാവരും അതിനകത്ത് കിടക്കട്ടെ. സ്പൂണിടാം. എല്ലാവരും അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. മുട്ടകളെ പൊട്ടിക്കാതെ ഒന്ന് പയ്യൊന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഇത് സെറ്റപ്പായി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിനകത്തേക്കുള്ള താളിച്ചൊഴിക്കാം.
അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി. ഇതിനകത്തേക്ക് നമുക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവട്ടെ. എണ്ണ നല്ലപോലെ ചൂടായി. അപ്പോൾ അതായത് ചുമന്നുള്ളി, കറിവേപ്പില. ഇതിപ്പോൾ നല്ലപോലെ മൂത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ മൂക്കട്ടെ കേട്ടോ. ശരിക്കും മൂത്താലാണ് ആ ടേസ്റ്റ് വരുള്ളൂ. ശരിക്കും മൂക്കട്ടെ കിടന്നവിടെ. കണ്ടോ, കളറ് മാറി. ഇനി ഇതിനെ ഇട്ട് കരിക്കരുത്. കരിക്കണതിന് മുമ്പ് നമ്മൾ ഇതിനെ എടുക്കണം. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ശബ്ദമൊക്കെ കേട്ടാ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കരുത്. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇളക്കണം. എന്നാലാണ് വെളിച്ചെണ്ണ മേലേക്ക് ഞാൻ പൊന്തി കിടക്കണം. കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ അകത്ത് വേവിക്കാൻ നേരത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടാൽ വളരെ നല്ലതാണ്. എനിക്ക് വെളുത്തുള്ളിയുടെ അപര്യാപ്തത മൂലം വെളുത്തുള്ളിക്ക് വേറെ വില കൂടുതലല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ നമ്മളിതിനകത്ത് ആദ്യം ഒരു പുളിക്കഷ്ണം ഇട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതിനെ എടുത്തിട്ട് പുറത്തേക്ക് കളയാം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ഉണ്ണി പുറത്തേക്ക് ഇറങ്ങി ഓടിയുണ്ട്. ഇനി ബാക്കി എല്ലാവരും അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമെങ്കിൽ ഒന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കട്ടെ. നല്ല എളുപ്പമുള്ളൊരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, പെട്ടെന്ന് ആവണൊരു കറിയാണ്.